അപ്പം എന്തായാലും ഒരു ചലഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചേ. എൻ്റെ കയ്യിലിതേ 2 10 ഉറുപ്പ്യ ഉണ്ടേ, 2 എണ്ണം ഉണ്ടേ. അപ്പോൾ ഒരു 10 ഉറുപ്പ്യ എന്നാ ജോലി, ഒരു 10 ഉറുപ്പ്യ അവൻ്റെ അടുത്ത് കൊടുത്തിന്. ഒരു നമ്മളെ അമ്മേൻ്റെ മൊബൈലും കൊടുത്തിന്, പണ്ടത്തെ നമ്മളെ ക്യാമറ. ഒരു 10 ഉറുപ്പ്യൻ്റെ അടുത്തു. ഈ 10 ഉറുപ്പ്യായിട്ട് അവിടുത്തെ ആ ഷോപ്പ് പോയിട്ട് 10 ഉറുപ്പ്യക്ക് എന്തെങ്കിലും മുട്ടായി ഒന്നും വാങ്ങാൻ പാടില്ല, എന്തെങ്കിലും ഉപകാരമുള്ള സാധനം എന്തെങ്കിലും വാങ്ങിക്കൊണ്ടിരുന്നത്. അതാണ് അതിൻ്റെ ചാലഞ്ച്. ഉപകാരമുള്ള സാധനം എന്തെങ്കിലും 10 ഉറുപ്പ്യ ഉണ്ട്, ഉപകാരമുള്ള സാധനങ്ങളുണ്ട്. നമ്മളെ അടുത്ത് കൊടുക്കാൻ വേറെ 100 ഉറുപ്പ്യ ഒന്നും ഇല്ല, അല്ലെങ്കിൽ വൃത്തിയിൽ നിൽക്കുന്നു. ആകെ ഒരു 10 ഉറുപ്പ്യ ഉണ്ട്, 20 ഉറുപ്പ്യ ഉണ്ടായിരുന്നു. ഒരു 10 എൻ്റെ കയ്യിലുണ്ട്, ഒരു 10 എൻ്റെ കയ്യിൽ. ഈ പൈസ ആയിട്ട് ഞാൻ മുണ്ടിയങ്കാവ് പോയിട്ട് ഒരു ഉപകാരമുള്ള സാധനം വാങ്ങും. അപ്പോൾ ഒരു ക്യാമറ എൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്, അതിലും കാണാൻ പറ്റും, ഇതിലും കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഞാൻ വൈക്ക് വെക്കുക, ഞാൻ എൻ്റെ വൈക്ക് പോവാ. ഓക്കെ, അതെ വ്ളോഗ് എടുത്ത് തുടങ്ങിയത്. അപ്പോൾ ഈ വഴിക്ക് ഞാൻ വൈക്ക് തിരിഞ്ഞോ വണ്ടി ഒക്കെ. അപ്പോൾ ഗായ്സ്, ഉപകാരപ്രദമായ ഒരു സാധനം എന്ന് പറയുമ്പോൾ ഞാനിതേ പോകുന്നത്. രണ്ടാളും 2 ബൈക്ക്. ഓക്കെ, അപ്പോൾ നേരെ മുണ്ടിയങ്കാവ് തിരികണം. ഓക്കെ, ബൈ. ഒരു പെന്നും വാങ്ങാം, പിന്നെന്താ വാങ്ങാം, പിന്നെ ഒരു കട്ടറാ റബ്ബറാ എന്തെങ്കിലും വാങ്ങാം. അത് നമ്മൾ കുറച്ചെങ്കിലും ഉപകാരമുണ്ട്. എൻ്റെ കയ്യിൽ പൈസ കിട്ടി അപ്പം തന്നെ ചിലവായി 10 രൂപ 20 രൂപ. ആ മുട്ടായി കഴിക്കുന്ന ഒന്നല്ല പരിപാടി. നോക്കാം. നമുക്ക് ഈ 10 ഉറുപ്പ്യക്ക് എന്താ വാങ്ങാൻ പറ്റും? ഉപകാരമുള്ള എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ? ചോക്കോബാർ അതൊക്കെ തിന്നിട്ട് എന്താവാനാണ്? എന്ത് വാങ്ങാൻ പറ്റും? ഞാൻ നോക്കട്ടെ, കടയിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വാങ്ങി പോവാം. എന്തെങ്കിലും ഉപകാരം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇതാണ് അബി പറഞ്ഞ ആ കട. അപ്പോൾ ഈ കടയിൽ നിന്നാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത്. അപ്പോൾ ശരി, വാങ്ങിയിട്ട് കാണാം. ഗൈസ്, ഞാൻ സാധനം വാങ്ങിയിട്ട് എന്നോട് അത് അധികം നിന്നത് വയറ്റിനല്ലല്ലോ, പക്ഷെ ഒരു ബാക്കോളും അത്രയല്ല. എന്തെങ്കിലും ഉപകാരം, വിശപ്പ് അടക്കുന്നത്, വിശപ്പ് എന്നല്ല, എന്തെങ്കിലും ഉപകാരപ്പെടുന്നതായ പോലെ ഒരു ഉപകാരപ്പെടുന്നത് ഞാൻ വാങ്ങിയിട്ടുണ്ടേ. ഞാൻ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ആ കൊച്ചു വ്ളോഗർ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. നിൽക്കണ വയറിൻ്റെ ഇടയിൽ നിൽക്കണൊക്കെയ എന്താ കണ്ട വരുത്ത് കൊച്ചു വ്ളോഗർ അതായിരിക്കും. നമ്മളെല്ലാം അപ്പുറത്തേക്ക് എടുക്കട്ടെ, അതല്ല അല്ലെങ്കിൽ വണ്ടീൻ്റെ കൊണ്ടുപോകും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. വരുത്തത് എന്തോ വാങ്ങിച്ചു 10 രൂപ. ഉപകാരമുള്ളതാ, ഞാൻ എന്നാലും ഇത്രക്കാണ് പ്രതീക്ഷിച്ചില്ല. കഴിച്ച് നോക്കണേ. റബ്ബർ, കട്ടർ. എന്നെ പഠിക്കണ സമയത്ത് ഇങ്ങനെ വാങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടായി അങ്ങനെ ആളാ. ഇപ്പൊ ഇത് വാങ്ങിച്ചു നോക്കണേ. പിന്നെ ഇങ്ങോട്ടൊക്കെ ആ ഏട്ടല്ലേ, ഇത് മുന്നും കൂടി 13 ഉറുപ്പ്യ. ഞാൻ ഏട്ടനോട് എന്തായിട്ട് ഓണല്ലേ, ഒരു ഓഫറൊക്കെ ഒന്നുമില്ല, വാങ്ങിയാ മതിയോ? ഞാനും എന്തായാലും നൂഡിൽസ് വാങ്ങിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ചലഞ്ച് തീർന്നു. ഞാൻ കറക്റ്റ് 10 രൂപ വാങ്ങിച്ചു. അപ്പൊ ഞാനല്ലേ ജനിച്ച്. എന്തായാലും 13 രൂപ ആ മുപ്പരാളെ കൊണ്ട് വില വർദ്ധിച്ചതാണ്. ഞാനോ 10 രൂപ കറക്റ്റ് വാങ്ങി കൊടുത്തു. ഇതുകൊണ്ടെന്താ ഉപയോഗം? തിന്നാ തീരില്ലേ? ഇത് തിന്നാ തീരുമോ? പറ്റില്ലല്ലോ. ഇത് എത്ര 13 രൂപ 10 രൂപ ഞാനൊക്കെ കൊടുത്തു. ഓണാവുമ്പോ വേണം. അപ്പൊ നിങ്ങൾ കമന്റ് ആരെയിച്ചോളൂ. ഓക്കെ, അതോളൂ. അപ്പൊ ഗൈസ്, എന്തായാലും സ്റ്റോപ്പ് കഴിഞ്ഞ് ഗൈസ്, നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? അത് ഞാൻ ഓണത്തിൻ്റെ വ്ളോഗിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ നോക്കിയതാട്ടോ. പക്ഷേ പിന്നെ വിചാരിച്ച് എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടിയില്ല നമുക്ക്, 2 കണ്ടന്റ് ആക്കി എടുക്കാൻ വിചാരിച്ച്. എടുത്തതായി കഴിഞ്ഞപ്പോൾ തന്നെ മൊബൈൽ ആഡ് ചെയ്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ ഓക്കെ, അത് കണ്ടില്ലേ? എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.